ഹലോ ഫ്രണ്ട്സ്, അപ്പം മാഡ് വില്ലേജ് സാറിൻ്റെ അടുത്തൊരു എക്സ്പീരിയൻസ് ബേസ്. അപ്പം നമ്മളെ ബ്ലൂബി കുട്ടിയൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ബേസിലാണുള്ളത്. നമുക്ക് 2 ഡയമണ്ട് കൂടി കിട്ടിയിട്ടുണ്ടതാ, 3 പിന്നെ കുറച്ച് ലാപ്പീസും സൈംബോളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗേസ്. അപ്പോൾ ഫ്രണ്ട്സ് അതൊക്കെയാണ് കിട്ടിയത്. പിന്നെ ഗൈസ് 1 ഡയമണ്ട് കൂടി കിട്ടിയത്, 4 ഡയമണ്ട് കിട്ടിയാണ്. പക്ഷേ 1 ഡയമണ്ട് ഗേസ് ലാവയിൽ വീണുപോയി. അപ്പം ചത്തതല്ല, ഞാൻ മൈനത്തിപ്പോൾ ലാവയിൽ വീണുപോയി ഗൈസ്. അത് അങ്ങനത്തെ ഒരു സ്ഥലത്ത്, ലാവുള്ള സ്ഥലത്തായിരുന്നു ഗൈസ്. അവിടെ ക്രീപ്പറൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഗൈസ്, അപ്പോൾ നമ്മൾ മേലത്തെ അപ്സ്റ്റേഴ്സിൻ്റെ പണി തുടങ്ങാൻ കേട്ടോ. കാരണം ഇനിയും ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്സ്റ്റേഴ്സിൻ്റെ പണി ചെയ്യും ഗൈസ്. ഇവിടെ 4 ബ്ലോക്കല്ല 3 ബ്ലോക്ക് ഗൈസ്. ഇവിടെ 4 ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതങ്ങനെ എടുക്കുക ഗൈസ്. 3 ബ്ലോക്ക് മതി. ഓക്കെ, ഇതെടുത്തിട്ട് ഇത് മാത്രം സ്ട്രിപ്പ് ഗൈസ്. അപ്പം ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്യണം. ഇന്ന് ഫുള്ള് കഴിയില്ല, എന്തായാലും ഇപ്പോഴത്തെ നോക്കിയാലേ പകുതി പണിയെ മാക്സിമം കഴിയും ഗൈസ്. ഇത് പൊട്ടിക്കട്ടെ. ഇനി ഇത് മൊത്തം സ്ട്രിപ്പ് ചെയ്യുക. ഇനി ഇവിടേക്ക് വന്നിട്ട് ഗൈസ് ഇവിടെ വെക്കും. 3 ഇവിടെ വെച്ചിട്ട് സ്ട്രിപ്പ് ചെയ്യുക. ചെറിയൊരു പ്രശ്നം പറ്റിപ്പോയി, ഇത് പൊട്ടി കേസ്. എന്നിട്ടിത് ചാർജ് കേസ്. അപ്പം ഇനി ഇത് ഇവിടേക്ക് വെക്കുക. ഇത് പൊട്ടി കേസ്. എന്നിട്ട് ഇതെടുത്തിട്ട് ഇവിടെ വെക്കുക. ഓക്കെ, ഇവിടെ വെച്ചിട്ട് ഇതൊന്നുകൂടി വെക്കുക. നമ്മൾ ഏകദേശം പണി ചെയ്തപ്പോൾ തന്നെ കഴിയുന്ന തോന്നുന്നു. അത് 2 കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് അതിവിടെ ഒരു ചെറിയൊരു ബാൽക്കണി പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പണിപാട് ഇവിടെ ആയിട്ട് വരണം. ഇത് എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്ത് ഇത് പൊട്ടിച്ചെടുക്കണം. ഇനി ഇത് കണക്ട് ചെയ്യണം ഗൈസ്. കണക്ട് ചെയ്യാൻ അങ്ങനെ ആക്കണം. ഇനി ഇതെടുത്തിട്ട് ഇതിവിടെ അങ്ങനെ വെക്കുക. ബേസ് നമ്മളൊരു എന്താണ് ബേസ് ഇപ്പോൾ നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്ട്രക്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയുക. ഒരു സ്ട്രക്ചറിൻ്റെ പണി ആയിട്ടുണ്ട്. ഈ ബാക്കിയുള്ള പണി ഇനിയും ഉണ്ട് ഗൈസ്. ഇനി നമുക്കിതൊക്കെ വെക്കാണ്ട്, മറ്റേ സ്റ്റോൺ ബ്രിക്സൊക്കെ വെക്കാണ്ട്. അപ്പം അത് ഇവിടെ വെക്കാം. അപ്പം അധികം ഞാൻ വിൻഡോ വെക്കുന്നില്ല. അതൊക്കെ ബ്രിക്സ് ആക്കട്ടെ, സ്റ്റോൺ ബ്രിക്സ് ആക്കണം. ഇതവിടെ മൊത്തം അങ്ങനെ വെക്കുക. താഴെ ക്രീപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സൂക്ഷിച്ച് വെക്കണം. ഇവിടെ ഒരു 2 ബ്ലോക്ക് വിൻഡോ വേണം. ഇവിടെ 1 ബ്ലോക്ക് വിൻഡോ അല്ല, ഇവിടെ 1 ബ്ലോക്ക് 2 ബ്ലോക്ക് പോരെ ഇപ്പം ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ച് മാറ്റാം. ഇതവിടെ ഇവിടെ അങ്ങനെ വെക്കുക. ഇവിടെ വിൻഡോ വേണ്ട ഗൈസ്. എല്ലായിടത്തും വിൻഡോ വന്നാൽ പോരാ. ഇപ്പം ബ്രിക്സ് തീർന്ന് കുറച്ചുകൂടി ക്രാഫ്റ്റ് ചെയ്യണം. ഓക്കെ, അല്ല വേണ്ട, ഈ സൈഡിലൊരു വിൻഡോ നിന്നോട്ടെ. സൈഡിലാണ് ഈ ഒരു വിൻഡോ വേണ്ടത്. ഓക്കെ, ഇതെന്തോ ഒരു ഡിസൈനേഴ്സ്. ഇനി ഇവിടെ ക്ലോസ് ചെയ്യുക. ഇങ്ങനെയല്ലേ, ഇനിങ്ങനെയാണ് ഗൈസ്. ഇത് മൊത്തം മൂട് ഗൈസ്. അല്ല, ഇവിടെ അല്ല ഗൈസ് ക്ലോസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മളെ ഡോറ് വരുന്നതാണ്.
എവിടേക്ക് പോകാനുള്ളത്? ഇവിടെ ക്ലോസ് ചെയ്യണം. ഇവിടെ ക്ലോസ് ചെയ്യുക. ഇവിടെ ഒരു വിൻഡോ വരും. ബേസ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇൻറ്റീരിയറിൻ്റെ പണി. ഇനി ഇവിടെ ബെഡ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വെക്കണം. ബേസ് ഇത് ഇവിടെ വെക്കുന്നതിൻ്റെ മുന്നേ അല്ല, അതിവിടെ വെക്കണം ഗേസ്. ഇതിവിടെ വെക്കട്ടെ ഞാൻ. ഇതിവിടെ മൊത്തം അങ്ങനെ വെക്കണം. ഒരു ബ്ലോക്കും കൂടി ഇതാക്കായിരുന്നു, പക്ഷേ നമ്മൾ തരാക്കി പോയി സീനില്ല. നമ്മളിൽ അത്ര ബ്ലോക്ക് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. മൊത്തം കവർ ചെയ്യാം. എന്തായാലും ഗേസ് നമുക്ക് കുറച്ചൊക്കെ കവറപ്പ് ചെയ്യാം. നമ്മൾ ലെറ്റ്സ് പ്ലേ ചെയ്ത മെല്ലിയാണ് പോകുന്നത്. അതിനെക്കൊണ്ടാണെങ്കിൽ അപ്പോൾ വീടിൻ്റെ പണി വെട്ടാൻ തന്നെയാണ്. ഇനിയും കുറേ പണിയുണ്ട് ഗൈസ് ബാക്കി. കാര്യം ഈ ബേസിൻ്റെ പണി തീർത്തിട്ടാണ് ബാക്കി പണി നമ്മൾ നോക്കുന്നത്. ഇവിടെ ടോർച്ച് കഴിച്ച് പിന്നെ മോബ് സ്പോണായിട്ട് പിന്നെ ക്രീപ്പറും സോംബിയും എല്ലാം കൂടി വന്ന് പിന്നെ ഓക്കെ. സ്റ്റോൺ ബ്രിക്ക് എന്തായാലും തികയില്ല. കുറച്ചും കൂടി മൈനിങ്ങിന് പോകേണ്ടി വരും. കഴിഞ്ഞില്ലേ ഗൈസ്? കഴിഞ്ഞു. അപ്പം ഫസ്റ്റ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞപ്പോൾ വീട് ഇപ്പോൾ എങ്ങനെയാട്ടോ ഉള്ളത്. കുറച്ച് ഗ്ലാസ് പെയിനൊക്കെ വെച്ച് സെറ്റാക്കാം. അപ്പോൾ വീടിൻ്റെ പണി മൊത്തമായിട്ട് കഴിഞ്ഞില്ല, ഇനിയും നമുക്കുണ്ട് ഗൈസ്. ഇനിയും കുറേ പണി ബാക്കിയുണ്ട്. ഇപ്പം തന്നെ വീഡിയോ കുറച്ച് ലെങ്തായോ എന്നൊന്നൊരു സംശയമില്ലാതില്ല. ഇനിയിവിടെ കയറണമെങ്കിൽ ഇത് പൊട്ടിച്ച് മാറ്റിയാൽ മതി. നമുക്ക് സ്റ്റെപ്പ് വേണം ഗൈസ്. നമ്മൾ മേലോട്ട് കയറാനുള്ള സ്റ്റെപ്പ് ഉണ്ടാക്കണം. അത് നമുക്ക് വഴി ഉണ്ടാക്കാം. ഇതൊക്കെ വെക്കട്ടെ ഗൈസ്. ഫുള്ള് വിൻഡോ വെച്ചില്ലല്ലോ. ഇപ്പോൾ വെച്ച് ഗൈസ്. ഇപ്പം ഇവിടെ കുറച്ച് വെക്കാം ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? അടിപൊളിയെന്ന് തോന്നി ഗൈസ്. എന്തായാലും നമുക്ക് ഇനി ഒരു മേൽക്കൂരയും കൂടി വെക്കാണ്ട്, അത് നമ്മൾ വെക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.